ത്രീ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ നമ്മളെ പുതിയ യുദ്ധം ആരംഭിക്കുന്ന ദിവസമാണ്, സ്കൂൾ ഓപ്പണിംഗ് ആകുന്ന ദിവസമാണ് കേട്ടത്, ജൂൺ 2. എല്ലാ വീട്ടിലും ഇനി മുതൽ രാവിലെ പുക കലാപരിപാടികളായിരിക്കും അല്ലേ. അമ്മമാർ വട്ടാകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ. ഇത്രയും ദിവസം വായി കൊണ്ട് മാത്രമായിരുന്നു പ്രശ്നങ്ങളുണ്ടായി, ഇനി അങ്ങനെയല്ല, ടോട്ടൽ പ്രശ്നങ്ങളായിരിക്കും. രാവിലെ 5 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചൊക്കെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പോയി ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പാലുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്ന്, അന്നേരം അത് ചായ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പാൽ ചായ വെച്ച് സാമ്പാർ കഷ്ണമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ കഷ്ണമൊക്കെ വേഗം കറിയൊക്കെ ആക്കണം. ദോശക്കൊക്കെ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ദോശ ഉണ്ടാക്കണം. കുട്ടി രാത്രിയൊക്കെ സ്കൂളിൽ പോകേണ്ട ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു കേട്ടോ. രാത്രി 2-3-4 വട്ടം എണീറ്റിട്ട് കൊതി വരുന്നുണ്ട് അല്ലേ. അന്നേരം സ്കൂളിൽ പോകാനായോ അമ്മ, രാവിലെ ആയോ അമ്മ, സ്കൂളിൽ പോകായോ എന്നൊക്കെ ഉറക്കത്തിലൊക്കെ എണീറ്റ് ചോദിക്കണ്ടായിരുന്നു കേട്ടോ. ആളും ഭയങ്കര ത്രില്ലിങ്ങിലൊക്കെ ആയിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മളെല്ലാ വീടുകളിലും നീനി തൊട്ട് ഭയങ്കര രാവിലെ എല്ലാ അമ്മമാർക്കും ഇതൊരു പ്രശ്നം തന്നെയാണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ ഇത്രയും ദിവസം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഒരു 6:30 മണിക്ക് ആകുമ്പോഴാണ് എണീക്കൽ. കാരണം 2 മാസമേ നമുക്ക് ലേശം നേരം കിടക്കാൻ കിട്ടുന്ന ഒരു സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് പരിപാടി. ഇനിയിപ്പോൾ പൊന്നൂന് രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇതിനെക്കാട്ടിൽ നേരത്തെ എണീക്കണം. കാരണം അവർക്ക് ഫുഡ് കൊണ്ടുകൊണ്ടുകൊണ്ട് അല്ലാത്ത ചൊറ തന്നെയാണ് കേട്ടോ. ഇപ്പം ചക്കരക്ക് അല്ല, ഇപ്പോൾ പൊന്നൂസിന് ഇനി തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. കുഞ്ഞാപ്പക്കുട്ടിക്ക് ഒരാഴ്ച വരെ ലഞ്ച് വേണ്ട, സ്നാക്സ് മാത്രം മതി. ഉച്ചവരെ ഉണ്ടാവുള്ളൂ. 12:30 ആകുമ്പോഴത്തേക്ക് അവളെ വിടും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉച്ചവരെ അവൾക്ക് വേണ്ടു. എന്തായാലും ഫുഡ് ഉണ്ടാക്കണം, പൊന്നൂസിന് കൊണ്ടുപോകണം. അത് സാമ്പാർ കഷ്ണത്തിനുള്ള കുഞ്ഞു ഒച്ചയിടല്ലേ, സാമ്പാർ കഷ്ണത്തിനുള്ള തേങ്ങ ഇതാ വറക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതാ കട്ടൻ ചായ എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. തേങ്ങ വറക്കലും കട്ടൻ ചായ കുടിക്കലും ഒന്നിച്ചേ നടക്കുള്ളൂ. ആദ്യമൊക്കെ അങ്ങനെ ഇരുന്നില്ല, അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ചായയൊക്കെ കുടിക്കരുത്. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ കുഞ്ഞാപ്പക്കുട്ടീൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. നെഞ്ഞിൻ്റെ ഉള്ളിലൊരു പിടപെടപ്പ് നന്നായിട്ടുണ്ട്. അവൾക്ക് ആകാംക്ഷയൊക്കെ ഉണ്ടെങ്കിലും ആളെന്താവും ഏതാവും എന്നൊക്കെയുള്ള ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ഇവിടുന്ന് ഉള്ള രാവിലെ എണീറ്റിട്ടില്ലേ, പെട്ടെന്ന് എണീറ്റു. പൊന്നൂസിൻ്റെ വർത്താനം കേട്ടപ്പോഴത്തേക്ക് ആൾ വേഗം എണീറ്റു വന്നു. നേരെ പല്ല് തേക്കാനൊക്കെ പോയി. അവളോട് ആരും പല്ല് തേക്കുന്നതെന്ന് പറയാനൊന്നും വേണ്ടിയൊന്നുമില്ല. അവൾ വേഗം പല്ല് തേച്ചു, വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവൾക്കുള്ള കാര്യങ്ങളൊക്കെ അവൾ വേഗം ചെയ്യുന്നുണ്ട്. അതന്നെ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എനിക്കറിയാം, എന്നാരും പഠിപ്പിക്കേണ്ട എന്നാണ് കേട്ടോ ആളുടെ ഡയലോഗ് എപ്പോഴും. അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തറുതല പറയുമ്പോൾ ഞങ്ങൾ പറയും, സ്കൂളിൽ പോയിട്ടൊന്നും കുഞ്ഞാപ്പൂ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലേ, അവരൊക്കെ വിചാരിക്കും കുഞ്ഞാപ്പൂ ചീത്ത കുട്ടിയാന്ന് വിചാരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളോട് എനിക്കറിയാം വീട്ടിൽ പറയുന്ന കാര്യം സ്കൂളിൽ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് നമ്മളോട് പറയട്ടെ. ഇപ്പോഴത്തെ മക്കളോട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾ ഓൾറെഡി എല്ലാം പഠിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അവരെ പൊന്നുകുട്ടിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. SPC യൂണിഫോമാണ്, ഫസ്റ്റ് ഡേ കളറൊന്നും ഇടാൻ പറ്റില്ല എന്നുള്ള പരിഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞാപ്പൂക്കുട്ടിക്ക് എന്താണ് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വേഗം എളുപ്പത്തിനൊരു പൂ പോലെ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മളെ പൂച്ചക്കുഞ്ഞിന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് പൂച്ചക്കുഞ്ഞിന് ഇതാ മീനും എടുത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൂച്ചക്കുഞ്ഞിന്ന് രാവിലെ ഞങ്ങളെ കൂടെ മേലെ വരെ കയറി വന്നു കേട്ടോ. മോളിൽ നിന്ന് ഞങ്ങൾ ഓടിച്ചിട്ടൊന്നും ഇത് പോകുന്നില്ല, ഞങ്ങളൊരു ഓട്ടോയ്ക്ക് കയറി പോവുകയും ചെയ്ത്. പിന്നെ തിരിച്ചു വന്നോക്കും പൂച്ചക്കുഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. അത് എങ്ങോട്ട് പോയി എന്നറിയില്ല. ഇനി ആരുതെങ്കിലും പുറകെ പോയോ കാട് കയറി പോയോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പൂവിനുള്ള ദോശ ഇത് ആക്കിയെടുക്കുന്നുണ്ട്. അന്നേരത്തേക്കും പൊന്നൂസും ചക്കരയൊക്കെ ഓരോരോ പരിപാടികൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. അന്നേരം കണക്കാക്കിയുള്ള ദോശയെ ചൂടുന്നുള്ളൂ. ബാക്കി മാവ് വൈകുന്നേരം ചൂടാന്ന് വിചാരിച്ച് ബാക്കി മാവ് അവിടെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂക്കുട്ടിക്ക് ഫോൺ വേണം. ആദ്യം എന്നോട് പറഞ്ഞു, ഫോൺ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഫോൺ കൊടുക്കുകയാണെങ്കിൽ വേഗം തിന്നോട്ടെ വെച്ചാൽ ഫോൺ കൊടുത്തരാൻ എന്നോട് പറഞ്ഞു, ഞാൻ വലുതായല്ലോ സ്കൂളിൽ പോകാനായല്ലോ പിന്നെ ഇതിൽ എനിക്ക് ഫോണൊക്കെ തരുന്നത് എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ ആയിരുന്നു കേട്ടോ. പൊന്നൂസിന് 9:30 ആകുമ്പോഴത്തേക്കും 9 മണിയാകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം. അന്നേരം ആൾക്ക് 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലാണ് 9 മണിയാകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം കേട്ടോ. നമുക്കിപ്പോൾ മഴയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറവുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ പെയ്യുന്നതെന്നല്ലാണ്ട് ശക്തമായ മഴയും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. കുറവുണ്ട് മഴ. എന്നാലും എനിക്കും പോകണം. 9 മണിയാകുമ്പോൾ തന്നെ ഇവരെ കൂടെ തന്നെ എനിക്കും ഇറങ്ങണം. ഫസ്റ്റ് പൊന്നൂസ് പോവും, രണ്ടാമത് ചക്കര 8:45 ചക്കര പോവും. 9 മണി 9:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും ഇറങ്ങണം. 10 മണിയൊക്കെ ആവും സ്കൂൾ പരിപാടി സ്റ്റാർട്ടിങ് ആകാൻ. എന്നിട്ട് 9:15 ആകുമ്പോൾ ഇറങ്ങി സാവകാശം അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞാപ്പൂക്കുട്ടിക്ക് ഇതാ കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാമ്പാറാണ് കേട്ടോ വെച്ചത്. സാമ്പാർ ആദ്യമേ റെഡിയാക്കിയിട്ടാണ് ഞാൻ ദോശ ചുടാൻ നിന്നത്. എന്നാൽ പിന്നെ ആവുന്നത് എല്ലാവർക്കും വേഗം കഴിച്ചിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് കരുതി കേട്ടോ. എല്ലാ വീടുകളിലും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നമ്മൾ കുറേ ദിവസത്തെ റെസ്റ്റിന് ശേഷമുള്ള പരിപാടിയല്ലേ, എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ.
ചക്കര അത് അവിടെ ശ്യാമാട്ടനുള്ള എന്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഉപ്പും പട്ടയൊക്കെ ഇടുന്നുണ്ട്. ഉണക്കമീൻ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പക്കുട്ടിക്കുള്ള ദോശ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം തട്ടലും മുട്ടലും പരിപാടികളൊക്കെ വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 7 മണി 7:15 ആവുന്നേ ഉള്ളൂ. അന്നേരത്തേക്ക് തന്നെ ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പേരി ഒന്നും വെക്കണില്ല. ഇന്നലത്തെ രസവും സാമ്പാറും ഉണ്ട്. പിന്നെ ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അന്നേരം ഉപ്പേരി ഒന്നും വെക്കണില്ല. അതിലെല്ലാം കൂടിയൊന്നും നമുക്കാവില്ല. അന്നേരം കുടിക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കരയ്ക്ക് വെള്ളം കൊണ്ടുപോകണം. പൊന്നൂസിന് പിന്നെ വെള്ളമൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ചക്കരക്ക് 3 മണി വരെ ഉണ്ട് കേട്ടോ ക്ലാസ്. പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് മാറ്റലും വർത്താനം പറഞ്ഞിരിക്കലൊക്കെ ആയിരിക്കും. ചക്കര അവിടെ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിങ്ങനെ കരഞ്ഞോണ്ട് നടക്കുന്നുണ്ട്. ഉണക്കമീൻ്റെ മണവും കൂടെ അടിച്ചേരാൻ അതിന് നിൽക്ക പുറത്തില്ലായിരുന്നു. അന്നേരം അവൾ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ചോറ് വിളമ്പാൻ പോയത്. പ്ലേറ്റ് എടുക്കാണ്ട് ചീൻചട്ടിയിൽ ഇട്ടിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മീൻ വറുത്ത ചീൻചട്ടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ചീൻചട്ടി അങ്ങോട്ട് എടുത്തുകൊണ്ടായാൽ മതി. അത് ചെയ്യുന്നില്ല. അവിടുന്ന് എടുത്തിട്ട് ചോറ് കോരിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് ആൾ ചെയ്യുന്നത് കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ. അന്നേരം കുറച്ചിട്ടേരം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഇട്ട് കുഴച്ച് വെക്കുക. എന്നാൽ പിന്നെ അതിന് വൈകുന്നേരത്തേക്കും കൂടെ അല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളിനി വരുമ്പോൾ ലേറ്റ് ആയാലും കുഴപ്പമില്ല. അതിന് കുറച്ച് നേരം കഴിഞ്ഞാൽ തിന്നാലോ എന്നൊക്കെ പറഞ്ഞ് ചോറിലിട്ട് വെച്ചതാണ്. പക്ഷേ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പൂച്ചക്കുട്ടി പോയി ഇപ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് എന്താണെന്നറിയില്ല, ഇവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും. അത് 2-3 ദിവസം നിൽക്കും, അത് അങ്ങനെ പോകും. അതുകൊണ്ടൊരു ഭയങ്കര വിഷമമാണ് കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം നമ്മളെ കൂടെ നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമല്ലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പിന്നെ അടിച്ചുവാരൽ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പുസ്തകം പൊതിയലും അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ കഷ്ണങ്ങളാണ്. എവിടെ നോക്കിയാലും പുസ്തകം പൊതിയുന്ന പേപ്പറും കഷ്ണങ്ങളാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ മാറ്റമ്മ കുളിക്കമ്മ എന്നിട്ട് ഒരു സ്വൈര്യം തരുന്നില്ല. അടിച്ചു വാരുന്നിടത്തുനിന്ന് മാറി നിൽക്കുക എന്നിട്ട് അവിടുന്ന് മാറിപ്പോലും ആൾ നിൽക്കൂല. മാറ്റി കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ. അവർ മാറ്റുന്നേരം അവക്കും മാറ്റണം. ഇത്രയും രാവിലെ മാറ്റണ്ട, 7:30-8 മണിയിലാവുന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ആൾ സമ്മതിക്കൂല. പിന്നെ എന്നാൽ ഞാൻ വീഡിയോ എടുത്തുതരാം നമുക്ക് എന്നിട്ട് മുറ്റടിച്ച് തരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുതരാം, അകം അടിച്ച് തരുമ്പോൾ ചക്ക കൊടുത്തിരുന്നു, മറ്റു മുറ്റടിച്ച് തരുമ്പോൾ ആളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. ചക്കര നോക്കാൻ വേണ്ടി വന്നത്. അവൾ കറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. രാവിലെ എണീച്ചുകൊണ്ടെന്നെ ഇപ്പോൾ ഇല്ല, ഉറക്കം വരുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നുണ്ട്. ആരതാ തുണികൾ കുറച്ച് 2-3 ദിവസം വെയിലെറിച്ചത്, ഒരു ദിവസം വെയിലെറിച്ചുകൊണ്ട് 2-3-4 ദിവസത്തെ തുണികൾ കുറേ വാടിയതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ കലക്കിയിട്ട തുണികളാണ് കേട്ടോ കിടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതന്നെ വലിയൊരു സമാധാനം കേട്ടോ. 2 ദിവസം തോർച്ച വന്നത് തന്നെ കുറേ തുണികൾ ഉണക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയാണെന്ന് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തുണികൾ. അതന്നെ വല്ലാത്തൊരിതാണ്. വരുന്നപ്പോൾ മക്കൾ പോകുന്നേരം ഒന്നും മഴയൊന്നും പെയ്തിട്ടില്ല. അതന്നെ വലിയൊരു സമാധാനം. പൊന്നൂസ് നടന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രശ്നം. അങ്ങോട്ട് പോകുമ്പോൾ നനഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നനയാണെങ്കിലും വലിയ പ്രശ്നമാവില്ല. വീട്ടിലേക്കല്ലേ വരുന്നത്. സ്കൂളിൽ പോകുമ്പോൾ നനഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നനഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കും, വല്ലാത്തൊരു അസ്വസ്ഥതയല്ലേ. പിന്നെ വേഗം മുറ്റെല്ലാം അടിച്ചു വാരി പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രം കഴുകലൊക്കെ ലാസ്റ്റിലേക്ക് വെക്കും. അകത്തുള്ള പണികളെല്ലാം തീർത്ത് അതിൻ്റെ പുറത്തുള്ള പണികളെടുത്ത് അങ്ങ് കുളിച്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി അങ്ങ് കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് പുറത്തെ പണികൾ ലാസ്റ്റേക്ക് വെക്കും കേട്ടോ. അകത്തുള്ള പണികളെല്ലാം തീർത്തിട്ടേ വരുള്ളൂ. പാത്രം കഴുകലും കൂടെ കഴിഞ്ഞ് ഇനി അലക്കലും കുളിക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പണികൾ തീരും കേട്ടോ. അതാണ് എൻ്റെ ഒരു ഏകദേശം ഐഡിയ. ഒരു സമയം വെച്ച് അങ്ങോട്ട് എടുക്കും, അന്നേരം വേഗം അങ്ങ് തീർന്നു കേട്ടോ. ആ ഒരു സമയത്തിനുള്ളിൽ തീർക്കും. അവിടെ അവിടെ ഒരാൾ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് അവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൊന്നൂസിൻ്റെ മാറ്റൽ അവിടെ നടക്കുന്നുണ്ട്, ചക്കരേൻ്റെ മാറ്റൽ അവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞാപ്പക്കുട്ടിക്ക് പൊന്നൂസ് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് ഇപ്പോൾ 8 മണി ആയിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അന്നേരം പൊന്നൂസിന് 8:30 പോകണ്ടു. അന്നേരം അവൾ അത്രയും സമയമുണ്ട്. അന്നേരം അവൾക്ക് ഞാൻ വേഗം മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൾക്ക് മേക്കപ്പൊക്കെ പൊന്നൂസ് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവളെ കാര്യം ഇന്ന് നോക്കേണ്ട വന്നിട്ടില്ല. ഇനി നാളെ തൊട്ട് എന്താവും എന്നറിയില്ല കേട്ടോ. ഓരോരുത്തരും സമയം പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ചക്കരയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇത് തന്നെ ഇനിയിപ്പോൾ ഈ മുടി കെട്ടൽ വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം എങ്ങനെ കെട്ടിയാലും പറ്റൂല. ഇതെന്നും ഒരേ മോഡലിൽ കെട്ടും. എനിക്കാണെങ്കിൽ വേറെ മോഡലിട്ട് അറിയൂല. രാവിലെ കുറേ മോഡലിന് സമയവും ഉണ്ടാവില്ല. എല്ലാം ജഗപോകയാവും കേട്ടോ. അവൾക്കാണെങ്കിൽ എന്നും ഇങ്ങനെ കെട്ടുമ്പോൾ ഒക്കെ ദേഷ്യം പിടിക്കും. അതുകൊണ്ട് രാവിലെ കെട്ടുമ്പോഴേ പറയണ്ട അമ്മൻ്റെ പിരിയൽ തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ എന്നെ ക്യാമറയിൽ കാണുന്നില്ല എന്ന് മറ്റേ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചക്കരേൻ്റെ മുടിയും കെട്ടിക്കൊടുത്ത് വേഗം അലക്കാൻ വേണ്ടി പോയി. കാരണം ഇനിയിപ്പോൾ അവളെ വണ്ടി വന്നാൽ തന്നെ പുതിയ വണ്ടിക്കാരനാണ് കേട്ടോ. ഇന്ന് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം വന്ന വണ്ടിയല്ല, പുതിയ ആളാണ്. അന്നേരം അവർ നേരത്തെ വരുമോയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വേഗം അവളെ പരിപാടി തീർത്തിട്ടാണ് ഞാൻ അലക്കാൻ പോയത്. കാരണം ഇനി വണ്ടി വന്ന് വിളിച്ചാൽ വേഗം അങ്ങ് പോവാലോ എന്നുള്ള കണ്ടീഷനിൽ അവരെ കാര്യങ്ങൾ വേഗം ചെയ്ത് കൊടുത്തിട്ടാണ് അലക്കാൻ ഇറങ്ങിയത്. അവർ കുളിയും കഴിഞ്ഞിട്ടാണ് അലക്കാൻ ഇറങ്ങിയത്. കാരണം എന്നാൽ പിന്നെ അതും കൂടെ അങ്ങോട്ട് അലക്കിയിടല്ലോ, 2 ട്രിപ്പ് അലക്കാൻ വരണ്ടല്ലോ.
കുഞ്ഞാപ്പൂക്കുട്ടി ഇതാ സുന്ദരിക്കുട്ടിയാകുന്നുണ്ട് കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്തിട്ട് അന്നേരം റോസാപ്പൂ കുത്തണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഡ്രസ്സ് വെള്ള കളറല്ലേ, വെള്ള ടിക്ക് കുത്താന്ന്. അന്നേരം കുറച്ച് നേരം ഒന്ന് കിണിഞ്ഞു നോക്കി. പിന്നെ വെള്ളം തന്നെ കുത്തി, ഇസ്തിരി ഇട്ടെന്നാൽ കുത്താന്നിട്ട് ഇസ്തിരിയിൽ ഇട്ട് കൊടുത്തിട്ടാണ് അതൊക്കെ കുത്തിയത്. പിന്നെ അതാ ചുരിദാറൊക്കെ ഒന്ന് ഇസ്തിരി ഇടുന്നുണ്ടൊക്കെ എടുക്കാണ്ട് വെച്ചിട്ടൊക്കെ ചുക്കി ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം നമ്മളെ സുന്ദരി ഇത് നല്ല തരുണി മണിയായിട്ടുണ്ട്. അത് ഞാനും കുഞ്ഞാപ്പൂക്കുട്ടിയും കൂടെ ഇനി പോകണം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയിട്ടോ. ഇനി ഞാനും കുഞ്ഞാപ്പൂക്കുട്ടിയും കൂടെ ഇതാ പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. ഇനി അടുത്തത് എല്ലാവരും കലാപരിപാടികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ കലാപരിപാടിയും കൂടി ഉണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 8:45 9 മണി ആകാനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 9:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ആ ചായയിൽ മാത്രമാണ് കേട്ടോ പോയത്. പിന്നെ എനിക്ക് അങ്ങനെ വിശപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. രാവിലത്തെ ആ കട്ടൻ ചായ മാത്രമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കുടിച്ചത്. അവിടെ ലഡു ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഓരോ ലഡു തിന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അന്നേരം ഇത് വാട്ടർ പ്രൂഫ് ഐലൈനറാണ് കേട്ടോ. നമ്മൾ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ. ഇത് നല്ല സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഐലൈനർ എഴുതി കഴിഞ്ഞാൽ ഇടയ്ക്ക് പോയിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ ഫുള്ള് കണ്ണ് നിറച്ചും മറ്റേ പ്രേതത്തിനെ പോലെ ഉണ്ടാവും, കരി പിടിച്ച പോലെ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തെന്ന് 80 80 അതിൻ്റെ ഐലൈനറാണ് കേട്ടോ. 49 രൂപയോ, പർപ്പിളിൽ 49 രൂപയോ 45 രൂപ ഓഫർ ഉണ്ടായിരുന്നു പർപ്പിളിൽ. അങ്ങനെ ഞങ്ങൾ മേടിച്ചാണ് കേട്ടോ. നല്ല സംഭവമാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിടാം. പെപ്പറല്ല കേട്ടോ, ഞാൻ ടാഗ് ചെയ്ത് തരാം കേട്ടോ. അന്നേരം നല്ല സംഭവം കേട്ടോ. നമ്മൾ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല. നല്ല അടിപൊളി സംഭവമാണ്. അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. പൊളിഞ്ഞങ്ങ് പോയിക്കോളും, താനേ പൊളിഞ്ഞു പോയിക്കോളും. പൊട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും മുഖത്തൊന്നും പോലും ആ പൊട്ട് പോകുന്നില്ല കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ. പിന്നെ കുഞ്ഞാപ്പൂക്കുട്ടി ഇതാ കുടയൊന്നും എടുക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കുടയിലെടുത്ത് നമ്മൾ മുകളിൽ കയറിയാൽ തന്നെ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി. പിന്നെ ഓട്ടോറിക്ഷയിൽ നേരെ നമ്മൾ സ്കൂളിലേക്ക് പോയി. കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ സ്കൂൾ ഇതാ എത്തിയിട്ടുണ്ട്. കുഞ്ഞൂട്ട സ്കൂളിൽ എത്തിയത് 100 ഓടിയോ സ്കൂളിലെത്തിയിട്ടാണ്. കുഞ്ഞാപ്പൂക്കുട്ടിക്ക് അവിടെ എത്തിയാൽ എന്തോ ഒരു മനസ്സിന് ബൈക്ക് ക്ലബ്ബി അടിച്ച പോലെ തോന്നി എനിക്ക്. അത് കഴിഞ്ഞാൽ ഇതാ നേരെ സ്കൂളിലേക്ക് പോകാണ് കേട്ടോ. കുടയാണെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. ഓൾ കൊണ്ടുപോകും ചെയ്യും, ഏറ്റിൽ ഞാൻ ഏറ്റുമാണ്. തിരിച്ചു വരുന്നവർ അതിനേക്കാൾ അപ്പുറത്തെ പ്രശ്നമായിരുന്നു കേട്ടോ. കുടയും തുറന്ന് മഴയും പെയ്ത് കയ്യും പിടിക്കാൻ പറ്റില്ല, എൻ്റെ കുടയും പിടിക്കാൻ പറ്റില്ല. ഭയങ്കര സീനായിരുന്നു. പിന്നെ ഇതാണ് കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ ക്ലാസ് റൂം. 17 കുട്ടികളുണ്ട് കേട്ടോ. ബോയ്സാണ് കൂടുതൽ, ഗേൾസ് കുറവാണ് കേട്ടോ. അല്ല പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം കയറി ആദ്യം മുന്നിൽ പോയിരുന്ന്. പിന്നെ അവിടെ ഇരുന്നേരം ഒരു ശരിയില്ല. കുഞ്ഞൂട്ടനെ കണ്ടേരം പിന്നെ ഒന്ന് നോർമലായിട്ടാണ്. പിന്നെ കുഞ്ഞൂട്ടൻ്റെ അടുത്ത് വന്നിരുന്ന്. ഇതൊക്കെയാണ് കുഞ്ഞാപ്പൂൻ്റെ ക്ലാസ്സിലെ വിശേഷങ്ങൾ, കുഞ്ഞാപ്പൂൻ്റെ വിശേഷങ്ങൾ. അന്നേരം നാളെ തൊട്ട് കുഞ്ഞാപ്പൂക്കുട്ടീന് വണ്ടിയിലാണ് പോകുന്നത്. രാവിലെ കുഞ്ഞാപ്പൂക്കുട്ടി വണ്ടിയിൽ പോവും. 12:30 ആകുമ്പോൾ സ്കൂൾ വിടുമ്പോൾ കുഞ്ഞാപ്പൂക്കുട്ടി വണ്ടിയിൽ വരും കേട്ടോ. കുട്ടികളെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, നഴ്സറിയിലെ പിള്ളേരത്. ഇതിൽ മുന്നേ പഠിച്ച കുട്ടികളതൊക്കെ. കുഞ്ഞാപ്പൂ ഇവിടുന്ന് പാട്ടൊക്കെ പാടുന്നു പറഞ്ഞ് പോയിട്ട് കുഞ്ഞാപ്പൂ പാട്ടൊന്നും പാടിയില്ല കേട്ടോ. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. കുഞ്ഞാപ്പൂൻ്റെ പുസ്തകമൊക്കെ വാങ്ങി. പിന്നെ കുഞ്ഞാപ്പൂനൊരു മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മൈക്രബറാണ് അവിടെ കണ്ടേരം, അത് വേണമെന്ന് വാശി. പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്ത്. കുഞ്ഞാപ്പൂക്കുട്ടീൻ്റെ പുസ്തകമാണ് കേട്ടോ. ഇത് മലയാളം ഉണ്ട്, EVS ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഇത് മിക്സിങ് ഉണ്ട് കേട്ടോ. 4 പുസ്തകമാണ് ഉള്ളത് കുഞ്ഞാപ്പൂന്. ഒരു മലയാളത്തിൻ്റെയും ബാക്കി ഇംഗ്ലീഷാട്ടോ ഉള്ളത്. അതിൽ മാത്സും EVSും എല്ലാം എല്ലാം കുറേ മിക്സിങ് ആയിട്ട് വരുന്ന പുസ്തകമാണത്. ഇതിൻ്റെ റേറ്റ് 1200 രൂപയാണ് കേട്ടോ പുസ്തകത്തിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇവർക്ക് ഒരു മാസം ഫീസ് 500 രൂപയും വണ്ടിപ്പൈസ 600 അങ്ങോട്ടാ പറഞ്ഞ കേട്ടോ. കറക്റ്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് വരുന്നത്. എന്നാലും വേണ്ടില്ല, അവൾ അംഗൻവാടിയിലൊന്നും പോവാത്തതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് പഠിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈവറ്റ് കൊണ്ടുപോയി ചേർത്തത്. അന്നേരം അംഗൻവാടി പോവാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.